അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ 104 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അമൃത്സറിൽ എത്തിയത്. എന്നാൽ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയിട്ടുമാണ് തങ്ങളെ അമേരിക്ക തിരിച്ചയച്ചതെന്ന് നാടുകടത്തപ്പെട്ടവർ തന്നെ വെളിപ്പെടുത്തിയതോടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നേരെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ഇന്ത്യൻ എംബസിക്ക് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നോ എന്നും നാടുകടത്തൽ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിച്ചാണോ നടന്നതെന്നും പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉയർന്നു. ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 2:05 അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത്. C-17 US സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് ഇവരെ അമേരിക്കയിൽ നിന്നും നാടുകടത്തിയത്. US മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചതെന്ന് പഞ്ചാബ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാൻ ഡീഗോ മറൈൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ 40 മണിക്കൂർ യാത്ര ചെയ്ത ശേഷം അവർ അമൃത്സറിൽ ഇറങ്ങി. ഇന്നലെ ഇന്ത്യയിലെത്തിച്ച 104 പേരിൽ ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, മഹാരാഷ്ട്ര, പൂനെ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഉണ്ടായിരുന്നത്. അതേസമയം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ച അമേരിക്കൻ നടപടിക്കെതിരെ കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. അപമാനകരമായ നടപടിയെന്നാണ് എംപിമാരായ മാണിക്യം ടാഗോറും ഗൗരവ് ഗൊഗോയും ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ കുടിയേറ്റക്കാരിൽ പലരും US-ൽ നിയമപരമായി പ്രവേശിക്കാമെന്ന ഏജന്റുമാരുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വഞ്ചിതരാവുകയാണ് എന്നറിയാതെ വൻ തുകകൾ ചിലവഴിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മനുഷ്യക്കടത്തുകാരുടെ വലയിലകപ്പെട്ട തങ്ങൾ വലിയ വായ്പകൾ വാങ്ങി ചിലവഴിച്ച പണം കൊണ്ട് കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു. ദുർഘടമായ പർവ്വതങ്ങളും കാടുകളും കയറിയിറങ്ങി നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടന്ന് മാസങ്ങളോളം പല ഭൂഖണ്ഡങ്ങൾ താണ്ടി സഞ്ചരിച്ചത് വരുത്തിവെച്ച കടബാധ്യതകൾ തീർക്കാനാകുമോ എന്ന പ്രതീക്ഷയിലാണെന്ന് പറയുന്നു. പക്ഷേ എല്ലാത്തിനുമൊടുവിൽ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ടാണ് തങ്ങളെ അമേരിക്ക നാടുകടത്തിയതെന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള 36-കാരനായ ജസ്പാൽ സിംഗ് പറഞ്ഞു. അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ഇത് അഴിച്ചതെന്നും വാർത്താ ഏജൻസിയായ PTIയോട് അദ്ദേഹം വെളിപ്പെടുത്തി. ഇന്ത്യയിലേക്കാണ് തങ്ങളെ കൊണ്ടുവരുന്നതെന്ന് അറിയില്ലായിരുന്നു. മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്ന വിവരം പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ വിലങ്ങുകൾ ഉണ്ടായിരുന്നു, കാലിൽ ചങ്ങലയും. അമൃത്സർ വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇത് മാറ്റി. അതേസമയം താൻ അമേരിക്കയിലേക്ക് നിയമപരമായി കടക്കാനാണ് ശ്രമിച്ചിരുന്നതെന്നും ട്രാവൽ ഏജന്റ് ചതിക്കുകയായിരുന്നുവെന്നും ഇയാൾ അവകാശപ്പെടുന്നു. ശരിയായ US വിസ ലഭിച്ചതിനു ശേഷം തനിക്ക് അയക്കാൻ ഏജന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു, സിംഗ് വ്യക്തമാക്കി. 30 ലക്ഷം രൂപയുടെ ഡീലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏജന്റുമാരുമായി ജസ്പാൽ സിംഗ് നടത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ജസ്പാൽ ബ്രസീലിലെത്തിയത്. അമേരിക്ക തിരിച്ചയച്ച മറ്റൊരു വ്യക്തിയായ ഹർവീന്ദർ സിംഗ് പഞ്ചാബിലെ തഹ്ലി ഗ്രാമത്തിൽ നിന്നുള്ളതായിരുന്നു. ഏജന്റ് 42 ലക്ഷം രൂപ നൽകി US-ൽ വർക്ക് വിസ വാഗ്ദാനം ചെയ്തു. അവസാന നിമിഷം വിസ ലഭിച്ചില്ലെന്ന് സിംഗിനോട് പറഞ്ഞു. പിന്നീട് ഡൽഹിയിൽ നിന്ന് ഖത്തറിലേക്കും ബ്രസീലിലേക്കും തുടർച്ചയായ വിമാനങ്ങൾ കയറ്റി. ബ്രസീലിൽ പെറുവിൽ നിന്ന് ഒരു വിമാനത്തിൽ കയറ്റുമെന്ന് ഇയാൾ ഹർവീന്ദറിനോട് പറഞ്ഞു. പക്ഷേ അത്തരമൊരു വിമാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് ടാക്സിയിൽ തങ്ങളെ കൊളംബിയയിലേക്കും പനാമയുടെ തുടക്കത്തിലേക്കും കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു കപ്പൽ ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷെ കപ്പലും ഉണ്ടായില്ല. അവിടെ നിന്നുമാണ് 2 ദിവസം നീണ്ടുനിന്ന US-ലേക്കുള്ള യാത്ര ആരംഭിച്ചതെന്ന് ഹർവീന്ദർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ദാരാപൂർ ഗ്രാമത്തിലെ സുഖ്പാൽ സിംഗും സമാനമായ ഒരു പരീക്ഷണം നേരിട്ടിരുന്നു. കടൽ മാർഗം 15 മണിക്കൂർ സഞ്ചരിച്ചും ആഴമേറിയ താഴ്വരകളാൽ ചുറ്റപ്പെട്ട കുന്നുകളിലൂടെ 40 മുതൽ 45 കിലോമീറ്റർ നടന്നുമാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവരെ മരിക്കാൻ വിടുമായിരുന്നു എന്ന് സുഖ്പാൽ പറയുന്നു. വഴിയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടു. കൂടെ ഉണ്ടായിരുന്ന ജലന്ധർ ജില്ലക്കാരനായ ആളെ മെക്സിക്കോയിൽ അറസ്റ്റ് ചെയ്തു. US അതിർത്തി കടക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇത്. തുടർന്ന് 14 ദിവസത്തേക്ക് ഇരുണ്ട സെല്ലിൽ പാർപ്പിച്ചു. ആ സമയം ഞങ്ങൾ ഒരിക്കലും സൂര്യനെ കണ്ടിട്ടില്ലെന്ന് സുഖ്പാൽ പറയുന്നു. തന്റെ അനുഭവത്തിൽ നിന്നും തെറ്റായ വഴികളിലൂടെ വിദേശത്തേക്ക് പോകാൻ ആരും ശ്രമിക്കരുതെന്ന് കൂടി സുഖ്പാൽ അഭ്യർത്ഥിക്കുന്നു. അതേസമയം നാടുകടത്തപ്പെട്ടവർ എത്തിയ ഉടൻ തന്നെ പഞ്ചാബ് പോലീസും കേന്ദ്ര ഇന്റലിജൻസ് അധികൃതരും ഉൾപ്പെടെ 1ലധികം ഏജൻസികൾ ഇവരുടെ ക്രിമിനൽ രേഖകൾ പരിശോധിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യക്കാരുടെ നാടുകടത്തൽ എന്നതും പ്രധാനമാണ്.